നമസ്കാരം. ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തത്സമയ വിവരങ്ങളുമായി ലൈവ് ന്യൂസ് തുടങ്ങുകയാണ്. ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. എച്ചിപ്പാറയിൽ അപകടകരമായ രീതിയിൽ രാജവെമ്പാലയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കുമ്പോഴാണ് വനം വകുപ്പിലെ താൽക്കാലിക വാച്ചറും പ്രദേശവാസിയായ യുവാവും ചേർന്ന് രാജവെമ്പാലയെ പിടികൂടുന്നത്. പാമ്പിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ അശാസ്ത്രീയമായാണ് പിടികൂടാൻ ശ്രമം. പാമ്പ് നിരവധി തവണ യുവാക്കളെ കൊത്താൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. തമാശ കളിക്കില്ല. ഏയ് സാറ് മാറിക്കോ. വീഡിയോ എടുക്കണ്ടേ? തൃശ്ശൂരിലെ അശാസ്ത്രീയമായ രീതിയിലുള്ള പാമ്പ് പിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടു നിൽക്കുന്നവർക്ക് ഭയം തോന്നുന്നു. ഈ ദൃശ്യങ്ങൾ തന്നെ വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. അവരുടെ ജീവൻ തന്നെ ഒരു പക്ഷേ അപകടത്തിലായേക്കാവുന്ന രീതിയിലാണ് ഈ പാമ്പിനെ പിടിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കൂട്ടത്തിലുണ്ട്. ഇത് കണ്ടു നിൽക്കുന്നവരിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ പാമ്പിനെ പിടിക്കുന്നതിനും. അതുപോലെ തന്നെ ഇത് പിടിക്കുന്നവരുടെ ജീവൻ അപകടത്തിലാകാവുന്ന, ഈ കൊത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട് പാമ്പ്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർ PR വീരേന്ദ്രകുമാർ, അതോടൊപ്പം തന്നെ DFO സൂരജിലേക്ക് നമുക്ക് തിരികെ വരാം. വാവ സുരേഷ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വാവ സുരേഷ്, ഈ ദൃശ്യങ്ങൾ അങ്ങ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വലിയ അപകടം പിടിച്ച പണിയാണ് ഇവർ ചെയ്യുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുന്നത് തന്നെ. അതെ, ഞാൻ കണ്ടിരുന്നു, വിഷ്വൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട 24 പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ. കാരണം ഇത് ഈ ട്രെയിനിങ് എന്നും പറഞ്ഞ് നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ, പാവപ്പെട്ട നിരപരാധികളായ ചെറുപ്പക്കാരെ ട്രെയിനിങ് എന്നും പറഞ്ഞൊരു സ്ഥലത്ത് കുറച്ചുപേരെ വിളിച്ചു കൂട്ടിയിട്ട് ആ പാവപ്പെട്ടവരെ, അതിലെ പോകുന്ന ആൾക്കാരെ പരിപാടി കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവര് പാമ്പിന്റെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ട്രെയിനിങ് അവരുടെ പോയി പാമ്പിനെ പിടിച്ചോളാൻ പറയുന്നൊരു പ്രിയപ്പെട്ട നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. 2 വർഷത്തിനിടയിൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ പ്രഹസന നാടകം നടന്നതിന് ശേഷം കേരളത്തിൽ 16 പേർക്കാണ് പാമ്പ് കടിയേറ്റത്. പാമ്പ് പിടുത്തക്കാരെന്ന് പറഞ്ഞ് നടന്ന 16 പേർക്കാണ് കടിയേറ്റത്. ഇത് അപകടമാണ്. ഇത് ഈ കാണിക്കുന്ന ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞ് നടക്കുന്ന പ്രഹസന നാടകം അവസാനിപ്പിച്ചില്ല എങ്കിൽ നമ്മുടെ നാട്ടില് കൂടുതൽ ചെറുപ്പക്കാർക്ക്, പാമ്പിന്റെ പിറകെ നടക്കുന്ന ചെറുപ്പക്കാർക്ക് പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നവരിലുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു പാമ്പിനെ കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ നിയമവശങ്ങളിലൂടെ ഇതിനെ പിടികൂടേണ്ട രീതികൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒന്ന്, ഈ അവിടെ വനം വകുപ്പിന്റെ ഓഫീസർമാർ നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് യാതൊരുവിധ, എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഈ പാമ്പിന്റെ ട്രെയിനിങ് നേടിയ ആൾക്കാരാണെന്നോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സെങ്കിലും കണ്ടിട്ടുള്ള ആളാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവര് അവിടുന്ന് ഒരാൾ ട്രെയിനിങ് നേടിയ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ആ ആളിനെ വിളിച്ചാണ് ഈ പാമ്പിനെ പിടിക്കാൻ പറഞ്ഞത്. യഥാർത്ഥത്തില് ഞാൻ ആ തൃശ്ശൂരുള്ള ഒരു ഗ്രൂപ്പിൽ അവിടുത്തെ അഡ്മിൻ അല്ലെങ്കിൽ അവിടുത്തെ കോർഡിനേറ്റർ, അതായത് വനം വകുപ്പിൽ കോർഡിനേറ്റർ എന്നൊരു സംവിധാനം ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരാൾ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഈ പാമ്പുകളെ ട്രെയിനിങ് കൊടുക്കുന്ന DFO എന്നറിയപ്പെടുന്ന അൻവർ എന്ന് പറയുന്ന അൻവർ എന്ന് പറഞ്ഞ അവരുകളുള്ള ഒരു ഗ്രൂപ്പിൽ ഞാനത് രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ഇട്ടിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഈ പാമ്പിനെ പിടിക്കുന്ന സർപ്പ എന്ന് പറഞ്ഞ ആപ്പിലോ ആ ഗ്രൂപ്പിലോ ആരെയും വിളിച്ചിട്ടില്ല. ഇത് അവിടെ ഒരു ട്രെയിനിങ് നേടി പാമ്പിനെ പിടിക്കാനൊന്നും പോകാത്ത ഒരാളിനെ വിളിച്ച് രാജവെമ്പാലയെ പിടിക്കാൻ വിളിച്ചെന്ന് അദ്ദേഹം ആ വഴിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കൂടെ വിളിച്ചാണ് ഈ പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ കണ്ടു നിൽക്കുന്ന വനം വകുപ്പിന്റെ ഓഫീസർമാർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അവർക്ക് ഒട്ടും അതിലൊരു പരിശീലനം ലഭിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർ പലപ്പോഴും പേടിച്ച് ഭയന്ന് പിന്നോട്ട് മാറുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് വലിയ ആശ്വാസമാകുമ്പോഴും ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമല്ലോ. തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു സംഭവം നടന്ന ഒരു 6 മാസങ്ങൾക്ക് മുന്നേ ബിദിരയിൽ ഇതുപോലെ രാജഗോപാലെ പിടിച്ചിട്ട് കൂടെ വന്ന ഒരു ഫോറസ്റ്റിന്റെ താൽക്കാലിക ജീവനക്കാരന്റെ നെഞ്ചിലെടുത്തിട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ വിഷ്വൽ എന്റെ കയ്യിലുണ്ട്. നമ്മുടെ ബിദിരയിലാണ് നടന്നത്.
6 മാസം പോലും ആയിട്ടില്ല. ഇതൊന്നും വെളിയിലാവുന്നില്ല. കാരണം ഇവര് വെളിയിലാവാത്ത കാര്യം ഇപ്പോൾ പാമ്പിനെ പിടിക്കുന്ന ഒരു വീട്ടിൽ പാമ്പിനെ പിടിക്കാൻ ഇപ്പോഴത്തെ ട്രെയിനിങ് നേടിയ ആൾക്കാർ ചെന്ന് ആദ്യം അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയും ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്, എല്ലാവരും വെളിയിൽ ഇറങ്ങാൻ പറയും. അവരെ ഭീഷണിപ്പെടുത്തി വെളിയിൽ ഇറക്കിയിട്ട് ഇവര് പാമ്പിനെ പിടിക്കുന്നു. അപ്പൊ അവിടെ നടക്കുന്ന വൃത്തികേടുകൾ അല്ലെങ്കിൽ കൊള്ളരുതായികൾ ആരും അറിയുന്നില്ല. ഇപ്പൊ ഇത് അബദ്ധവശാൽ പുറത്തേക്ക് വന്നാണ്. ഇതുപോലെ 100 കണക്കിന് വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. ഇത് കണക്ക് ചെയ്യുന്ന വീഡിയോസ് ഒത്തിരി ഉണ്ട്. ഇതിന്റെ മറ്റൊരു വശം നമ്മുടെ ജീവൻ അപകടപ്പെടുന്നു എന്നുള്ളതിന്റെ ഒപ്പം തന്നെ ഈ പാമ്പിനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല വല്ലാതെ എന്നുള്ളൊരു വശം. ട്രെയിനിങ് അങ്ങനെയല്ലേ, ഒരു പാമ്പിനെ വെച്ചല്ലേ 100 പേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അത് ഏറ്റവും വലിയ പീഡനമല്ലേ. ഒരു പാമ്പിന് ഞങ്ങൾക്ക് ഒരു പാമ്പിനെ 1-2 പ്രാവശ്യം കൈകൊണ്ട് പിടിച്ചു വന്നിരിക്കും. പക്ഷെ അതാണ് വലിയ പ്രശ്നം. പക്ഷെ ഇവിടെ ഒരു പാമ്പിനെ വെച്ച് അവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാരെയും കൊണ്ട് പിടിപ്പിക്കുകയാണ്. അപ്പൊ അതല്ലേ ഏറ്റവും വലിയൊരു പീഡനം. ഇത് പാമ്പിന് ട്രെയിനിങ് കൊടുക്കാനല്ല, ഇത് എക്സ്പീരിയൻസ് ഉള്ള കേരളത്തിലുള്ള പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരെ കൊടുത്ത് താല്പര്യമുള്ള ആൾക്കാർ സഞ്ചരിച്ച് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കറിയാം ഇപ്പൊ കേരളത്തിൽ 2006 മുതൽ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് വനം വകുപ്പിനൊക്കെ. ഒരാളിന് പോലും പാമ്പ് കടിയേറ്റിട്ടില്ല. ഇപ്പൊ പുതിയതായിട്ട് വന്ന ട്രെയിനിങ് നേടിയ 16 പേർക്ക് കടിയേറ്റു. സീരിയസ് ആയിരുന്നു. രാജഗോപാലിനെ കടിയേറ്റു. 5 ഹേമന്ത് എന്ന ചെറുപ്പക്കാരൻ രാജഗോപാലിനെ കടിയേറ്റു. ഒരു വാർത്ത വന്നിട്ടുണ്ടോ കേരളത്തില്? ആരും അറിഞ്ഞിട്ടില്ല. എല്ലാം പൂഴ്ച വെക്കുകയാണ്. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ ഈ പെട്ടെന്ന് പാമ്പിനെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു, പാനിക് ആവുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ കാണുമ്പോഴേ. അപ്പൊ ഇതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാൻ പെട്ടെന്ന് ഒരു സമയത ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനുള്ളിൽ പിടികൂടുക എന്നുള്ളതായിരിക്കാം ഒരു പക്ഷെ അവർ പെട്ടെന്ന് സ്വീകരിച്ചൊരു നടപടി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാല്? എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മൾ ആ പാമ്പിനെ പിടിക്കുന്ന വിഷ്വൽ കണ്ടിട്ട് എനിക്കൊന്നും ആ പാമ്പിനെ പിടിക്കുന്ന ഒരു കാര്യമില്ല. അത് പറമ്പാണ്, അത് വലിയ ഒഴുക്കുള്ളത് ആറാണ്, അത് അപ്പുറത്ത് വനമാണ്. അത് നീന്തി അക്കരെ പോലെ മാറിക്കൊടുത്ത് ആൾക്കാർ വിളിച്ചു കൂട്ടി ആൾക്കാർ കൂടി നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ആനയുടെ ചവിട്ടിയിട്ട് ആൾക്കാർ മരണപ്പെടുന്നതും. അതുപോലെ പുലിയെ പിടിപ്പ് നമുക്കറിയാം, ഒരു പാമ്പിനെ പിടിക്കാൻ ഒരു 1000 പേരുണ്ടാവും. അപ്പൊ ഇവരെയൊക്കെ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് പിടികൂടുന്ന ആൾക്കാർക്ക് കടിയേൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ വിഷ്വൽ കണ്ട സ്ഥലത്ത് ആ പാമ്പിനെ പിടിക്കേണ്ട ഒരു കാര്യമില്ല. അതൊരു നല്ല ഒഴുക്കുള്ളൊരു പുഴയാണ് കാണുന്നത്, അപ്പുറത്ത് വനമാണ്. അത് മിണ്ടാന്ന് താനെ ഇറങ്ങി പോയേനെ. അതെ, ഏതായാലും പാമ്പിനെ വേദനിപ്പിക്കാതെ പിടികൂടണം എന്ന ഒരു നിയമവശം അവിടെ നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ നമുക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത് ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യത്തിൽ ഒരു ചർച്ച തന്നെ നടത്തുന്നത്. നന്ദി ശ്രീ വാവാ സുരേഷ് നമ്മളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വാവാ സുരേഷിൻ്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. സൂരജ് സജി കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. സൂരജ്, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ വ്യക്തമാണ് കാര്യങ്ങളൊക്കെ തന്നെ. സൂരജ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു വിശദീകരണം അത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പാമ്പുകളെ പിടികൂടുന്നതിന് കൃത്യമായ ചട്ടമുണ്ട്. ഏതൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇതിനെ പിടികൂടേണ്ടത് എന്നത് സംബന്ധിച്ചെല്ലാം സർക്കാർ കൃത്യമായ ചട്ടം പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡെപ്യൂട്ടി റേഞ്ചർ ഓഫീസർ PR വീരേന്ദ്രകുമാർ ഉണ്ട്. അതോടൊപ്പം തന്നെ DFO ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള KB ജയൻ എന്നിവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ താൽക്കാലിക വാച്ചറായിട്ടുള്ള അനീഷും അതുപോലെ തന്നെ ഈ പ്രദേശവാസിയായിട്ടുള്ള വേലായുധനും ചേർന്ന് ഈ പാമ്പിനെ പിടികൂടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാമ്പ് പലതവണ ഇവരെ കടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അവർ ഒഴിഞ്ഞു മാറിയത് കൊണ്ട് മാത്രമാണ് ഈ അപകടം ഒഴിവാകുന്നത്. പിന്നീട് ഈ പാമ്പിനെ പിടികൂടുന്നത് തന്നെ പാമ്പിനെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലാണ് പിടികൂടിയതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ മനുഷ്യാവകാശ ലംഘനം നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രദേശവാസികളും മനുഷ്യാവകാശ പ്രവർത്തകരും എല്ലാം തന്നെ ഇതിനോടകം പരാതി നൽകി കഴിഞ്ഞു. മേലുദ്യോഗസ്ഥർ ഈ താൽക്കാലിക ജീവനക്കാരോട് പാമ്പിനെ പിടികൂടാൻ സഹായിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായും സഹായിക്കേണ്ടി വരും. അതാണ് ഈ വിഷയത്തിൽ ഉണ്ടായതെന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിമർശനം അത് വനം വകുപ്പിനെതിരെ ഉയരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വനം വകുപ്പ് ഇതിനോടകം തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി തവണ എന്തായാലും ഇവർക്ക് നേരെ ഈ പാമ്പ് കൊത്താൻ ശ്രമിക്കുന്ന എല്ലാം ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. തീർത്തും അപകടകരമായ സാഹചര്യത്തിലാണ് ഈ രാജവെമ്പാലയെ പിടികൂടിയിട്ടുള്ള സ്മിത. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. KSU ദക്ഷിണ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ റിപ്പോർട്ട് തേടി KPCC. ഇന്ന് വൈകിട്ട് തന്നെ റിപ്പോർട്ട് നൽകാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വീഡിയോ നിഷേധിച്ച് KSU അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. 1-2 പേരുടെ ചെറിയ തർക്കം പർവ്വതീകരിച്ചു കാണിച്ചുവെന്നും അലോഷ്യസ് സേവ്യറുടെ വിമർശനം.
ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഈ ക്യാമ്പിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക? ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ, അച്ചടക്കരഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാണുന്നുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ സലിം മാലിക് നൽകും. സലിം, ഈ ചെറിയ പ്രശ്നത്തെ പർവ്വതീകരിച്ചു കാണിക്കുകയാണോ? ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവിടെ പ്രശ്നം നടന്നു എന്നുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്മിത, KSU സംസ്ഥാന അധ്യക്ഷന്റെ ഈ ന്യായീകരണം അത് ഒരു ഉരുണ്ട് കളിക്കൽ, അതല്ലെങ്കിൽ അങ്ങേറ്റം പരിഹാസ്യമായ ഒരു ന്യായീകരണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ഒരു ചെറിയ പ്രശ്നത്തെ പർവ്വതീകരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സർക്കാർ തലത്തിലുണ്ടായ പ്രശ്നങ്ങളെ മാറ്റാൻ വേണ്ടി മാധ്യമങ്ങൾ ചില അജണ്ടയോടുകൂടിയ വാർത്ത കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അവിടെ കൃത്യമായൊരു സംഘർഷം ഉണ്ടായി എന്നുള്ള കാര്യം KSU അധ്യക്ഷൻ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും വലിയ സംഘർഷമൊന്നും ആയിരുന്നില്ല. മാത്രമല്ല ഈ പ്രചരിക്കുന്ന വീഡിയോ ഒക്കെ വ്യാജമാണ്, അത് ഇവിടെ നിന്നുള്ളതല്ല. അതിൻ്റെ ആധികാരികതയൊക്കെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ കണ്ടെത്തട്ടെ എന്നുള്ളതൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അതേസമയം KPCC ഈ വിഷയത്തെ ഗൗരവമായാണ് കാണുന്നത്. ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാകേണ്ടിയിരുന്ന ക്യാമ്പ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. ഒറ്റ സെഷനോടുകൂടി ആ ക്യാമ്പ് അവസാനിപ്പിച്ചതൊക്കെ അതിൻ്റെ ഭാഗമായാണ്. മാത്രമല്ല 3 അംഗ സമിതി അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി ഇപ്പോൾ ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തെത്തുകയും ഈ വിവരശേഖരണം നടത്തുകയുമാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ഈ സമിതി അംഗമായ MM നസീർ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇന്ന് ഇപ്പോൾ MM നസീറും ഒപ്പം തന്നെ AK ശശിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ ഈ സ്ഥലം സന്ദർശിച്ച് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന തിരക്കിലുമാണ്. നിലവിൽ ഇവർ പറയുന്നതനുസരിച്ച് ഒരു കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതൊരു കോളേജിലെ വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം, അത് അവിടേക്ക് സംഘർഷത്തിലേക്ക് വഴിമാറി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവം ഇന്നലെ അർദ്ധരാത്രി നടക്കുന്ന ഈ സംഭവം അതൊരു നാടൻ പാട്ടും നൃത്തവും ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ആ നിലയിൽ ഒരു സംഘർഷം, ഒരു വാക്കേറ്റം ഉണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് മാറുകയുമായിരുന്നു. അതിന് പിന്നിൽ ഈ ചില വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നമെന്ന് പറയുമ്പോൾ തന്നെ ഈ ക്യാമ്പ് അലങ്കോലപ്പെടുത്താനായി തന്നെ ചിലർ അവിടേക്ക് നുഴഞ്ഞു കയറുകയും ആ നിലയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് കൂടി നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ പറയുന്നുണ്ട്. ആ നിലയിൽ കൂടി ഒരു ഗ്രൂപ്പ് വിഷയം കൂടി നേതാക്കൾ ഇതിൽ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും KSUവിൻ്റെ ക്യാമ്പ് 3 ദിവസം നീണ്ടു നിന്നിരുന്ന തെക്കൻ മേഖല ക്യാമ്പ് അത് അത്യാവശ്യം നല്ല നിലയിൽ സംഘടിപ്പിക്കപ്പെട്ടതായിരുന്നു. ആദ്യത്തെ 2 ദിവസം അത് ആ നിലയിൽ തന്നെ പോവുകയും ചെയ്ത ക്യാമ്പിൻ്റെ എല്ലാ നിറവും കെടുത്തുന്ന രീതിയിലാണ് ഈ വിവാദം ഉയർന്നു വന്നതും ഈ സംഘർഷ വിവാദം ഉയർന്നു വന്നതും അതിനെ തുടർന്നുള്ള ന്യായീകരണമൊക്കെ ഉണ്ടായതും. സ്മിത, ശരി, KSUവിൻ്റെ തെക്കൻ മേഖല പഠന ക്യാമ്പിലാണ് കൂട്ടത്തല്ലുണ്ടായെന്ന ആ വാർത്ത വന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇതുപോലെയുള്ള KSU നേതൃത്വത്തിൻ്റെ തന്നെ അത് ആ രീതിയിലുള്ള കൂട്ടത്തല്ലായിരുന്നില്ല എന്നുള്ളൊരു വിശദീകരണം എത്തുന്നു. മാധ്യമങ്ങൾക്ക് വിമർശനവും ഉയർന്നു. ഒപ്പം തന്നെ KPCC ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. സലിം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും ഇനി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വാർത്തയിലേക്കാണ്. തൃശൂർ രാമവർമ്മപുരത്തുള്ള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക എന്ന് പരാതി. ഓഫീസ് കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഓഫീസിൽ വിളിച്ചു വരുത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതി. അക്കാദമി ഡയറക്ടർക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പരാതി നൽകി. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഈ പരാതിയിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതിൽ എന്തെങ്കിലും നടപടിയായോ? ഇത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ ഈ പോലീസിന്റെ ഇന്റേണൽ കമ്മിറ്റി, അതായത് ഈ അക്കാദമിയുടെ ഇന്റേണൽ കമ്മിറ്റി അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ ഈ മാസം 17, 18, 19 ഈ 3 ദിവസങ്ങളിലായാണ് ഇത്തരത്തിൽ ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായതെന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പോലീസ് ആസ്ഥാനത്തുള്ള ഈ അക്കാദമിയിലുള്ള ഓഫീസ് കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ ഈ അതിക്രമം നടത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. അതായത് ഈ 17-ാം തീയതി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി, അതായത് അവിടെ GP ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ പേപ്പറുകൾ തയ്യാറാക്കാനുണ്ട് എന്ന് പറഞ്ഞാണ് ഈ വനിതാ ഉദ്യോഗസ്ഥയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ആദ്യഘട്ടം ലൈംഗിക അതിക്രമം നടത്തുന്നു, വലിയ രീതിയിൽ ഈ ഉദ്യോഗസ്ഥ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം പിറ്റേ ദിവസവും മറ്റൊരു ആവശ്യം വിളിച്ചു വരുത്തുകയായിരുന്നു. 3-ാം ദിവസം ലീവിന് അപേക്ഷിക്കുന്നതിന് വേണ്ടി എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു അതിക്രമം വീണ്ടും ഉണ്ടാകുന്നത്. ഇതോടുകൂടി യുവതി മാനസികമായി തകർന്ന് പിന്നീട് വീട്ടിലേക്ക് മടങ്ങി. സുഹൃത്തുക്കളോട് അടക്കം ഈ വിവരം കൈമാറി അവരുടെ കൂടി
വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകാൻ താൻ തയ്യാറായതെന്നുള്ളതാണ് യുവതി പറയുന്നത്. വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്നു. ഇനിയും വീണ്ടും അക്കാദമിയിലേക്ക് ഉദ്യോഗസ്ഥന്റെ കീഴിൽ എത്തിക്കഴിഞ്ഞാൽ അത് തനിക്ക് വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് കാണിച്ചുകൊണ്ടാണ് യുവതി എന്തായാലും ഇപ്പോൾ ഈ അക്കാദമിയുടെ ചുമതലക്കാരന് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ എന്തായാലും ഇന്റേണൽ കമ്മിറ്റി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഈ അക്കാദമി ഡയറക്ടർ അവധിയാണ്. നാളെ അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം ഇത് സംബന്ധിച്ചുള്ള പരാതി അത് വിയ്യൂർ പോലീസിന് കൈമാറിയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, വളരെ ഗുരുതരമായ പരാതിയാണ് വനിതാ ഉദ്യോഗസ്ഥ ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അക്കാദമിയിൽ ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടന്നു. ഓഫീസ് കമാൻഡന്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള പരാതി ഉയരുന്നത്. ഇപ്പോൾ ആഭ്യന്തര കമ്മിറ്റിയുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സൂരജ് സജിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കർണാടകയിലെ മൈസൂരുവിൽ വീട്ടമ്മയെ കടുവ കടിച്ചു കൊന്നു. മൂർബൻ സ്വദേശി ചിക്കിയാണ് മരിച്ചത്. ആടുകളെ വയ്ക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? സ്മിത, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. മൈസൂരിലെ മൂർബന്ദ് എന്ന് പറയുന്ന പ്രദേശമാണ്. ഇതൊരു വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. ഇവിടെ വൈകിട്ട് അവിടെ ഒരു കുന്നിൻ മുകളിൽ ആടുകളെ മേയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ 48 വയസ്സുള്ള ചിക്കി പോയത്. അതിനിടെ കടുവ പിടികൂടി എന്നതാണ് ഇപ്പോൾ ഉള്ള നിഗമനം. ഇന്നലെ തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ബന്ധുക്കളും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തി ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. നേരത്തെയും കടുവ അതോടൊപ്പം തന്നെ ആനയുടെ ഉൾപ്പെടെ വന്യമൃഗ ശല്യമുള്ള ഒരു പ്രദേശമാണ്. രാത്രി ഉടനീളം തെരച്ചിൽ നടത്തിയിട്ടും ഈ വിട്ടമ്മയെ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് ഇന്ന് രാവിലെയും ഈ വന മേഖലയിലൊക്കെ തെരച്ചിൽ നടത്തി. അതിനിടെയാണ് അവിടെയുള്ള ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപത്ത് വെച്ച് ഈ മൃതദേഹം, കാട്ടിനുള്ളിൽ ഈ മൃതദേഹം എത്തിയിട്ടുള്ളത്. ഈ 48 വയസ്സുള്ള ചിക്കിയാണ് ഈ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. നേരത്തെയും വന്യമൃഗ ശല്യം അവിടെ ഈ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ സ്ഥിരമായി വന്യമൃഗ ശല്യമുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. ആറളത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ആനയെ ആറളം ഫാമിലേക്ക് തുരത്തി. വനത്തിലേക്ക് ആനയെ തുരത്താനുള്ള ശ്രമം തുടരുന്നു. പ്രതിരോധ വേലി മറികടന്നാണ് കാട്ടാന എത്തിയത്. സജോ ദേവസിയാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? കാട്ടാന കാട് കയറിയോ? സ്മിത, കാട്ടാനയെ കാട്ടിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ തുരത്താനുള്ള വനം വകുപ്പ് സംഘത്തിന്റെ ദൗത്യം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ആറളം ഫാമിനെ സംബന്ധിച്ച് കാട്ടാനയുടെ സാന്നിധ്യം പുതുമയുള്ള കാര്യമല്ല. ഫാം മേഖലയിൽ മാത്രം നിരവധി കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. അവയെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ദൗത്യം 2 ആഴ്ച മുൻപ് ആരംഭിച്ചിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. അതേസമയം പുനരധിവാസ മേഖലയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. പക്ഷേ അതും മറികടന്ന് എതിർഭാഗത്ത് ആറളം പുഴയും കടന്ന് പാലത്തിന്റെ ഭാഗത്തേക്ക് മറ്റൊരു ജനവാസ മേഖലയിലേക്കാണ് ആന എത്തിയത്. ആ മേഖലയിൽ നിന്ന് കൊട്ടിയൂർ റേഞ്ചിൽ നിന്നുള്ള വനപാലകരുടെ സംഘവും ഇപ്പോൾ ആറളം ഫാമിലെ പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായ RRT സംഘവും ചേർന്ന് ആനയെ ഫാമിലേക്ക് തുരത്തിയിരുന്നു. എങ്കിലും ഫാമിനോട് ചേർന്ന വനാതിർത്തി മേഖല വഴി വനത്തിലേക്ക് ആനയെ കടത്തിവിടുക എന്നതാണ് ലക്ഷ്യം. ഫാമിനുള്ളിൽ കടക്കുന്നതോടുകൂടി തന്നെ മറ്റ് ഇടങ്ങളിൽ അല്ലെങ്കിൽ ആന എത്തിയ ആ ഭാഗത്തേക്ക്, പാലപ്പുഴ ഉൾപ്പെടുന്ന ഭാഗത്തേക്കുള്ള ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള ഒരു ശ്രമമാണ് പ്രാഥമികമായി ഉണ്ടായത്. ഇനിയിപ്പോൾ ആ ആനയും കൊമ്പനാണ്, അതുകൊണ്ട് തന്നെ ഒറ്റയാനായാണ് എത്തിയത്. അതുകൊണ്ട് കുറച്ചുകൂടി ജാഗ്രതയും കരുതലും ആവശ്യമായുണ്ട്. പുനരധിവാസ മേഖലയിലെ ഏതെങ്കിലും ബ്ലോക്കിലേക്ക് ഇറങ്ങിയാലും അത് പ്രതിസന്ധിയാണ്. ഇപ്പോൾ വനംവകുപ്പ് പറയുന്നത് അവിടെ ദൗത്യസംഘം തുടരും. പൂർണ്ണമായും ആനയെ വനത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം ഇപ്പോഴും തുടരുന്നുണ്ട്. അക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം പുത്തൻവേലിക്കരയിൽ 2 പേർ മുങ്ങി മരിച്ചു. ജ്വാലാലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, അവിടെ പുത്തൻവേലിക്കരയിലൊക്കെ പുഴയിൽ വെള്ളം കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ കുളിക്കാനിറങ്ങിയത് സാധാരണ കുളിക്കാനിറങ്ങുന്ന കടവിലാണോ അതോ പരിചയമില്ലാത്ത സ്ഥലത്താണോ? എന്താണ് സംഭവിച്ചത്? സ്മിത, കൊടകര വേമ്പനാട് വിനോദ് ബിൽജ ദമ്പതികളുടെ മകൾ ജ്വാലാലക്ഷ്മി, പുത്തൻവേലിക്കര കുറ്റിക്കാട്ട് പറമ്പിൽ രാഹുലൻ റീജ ദമ്പതികളുടെ മകൾ മേഘ
ഇവരാണ് ഇന്ന് ഈ പുത്തൻവേലിക്കരയിൽ കുളിക്കാനിറങ്ങുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഇന്ന് 9:00 ഈ 5-അംഗ സംഘം ഈ പുഴയ്ക്ക് സമീപത്ത് സ്ഥിരമായ ആളുകൾ കുളിക്കാൻ എത്തുന്ന സ്ഥലമാണ്. ഈ ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ഒരു കനാൽ പോലുള്ള പ്രദേശമുണ്ട്. അവിടെയാണ് ഇവർ ഇറങ്ങിയത്. പക്ഷേ ഇവർ കക്ക വാരുന്നതിനിടയിൽ ഇവർ നേരെ പുഴയിലേക്ക് എത്തുകയായിരുന്നു. കുട്ടികൾ 3 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. ഈ 2 പേരെയും മണിക്കൂറുകൾക്ക് ശേഷം പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തിയത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ ആളുകൾ മുങ്ങി മരിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച പ്രതികരണം. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അപായ സൂചനകളുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകളൊക്കെ സ്ഥാപിക്കണം എന്നൊരാവശ്യം അവർ പറയുന്നുണ്ട്. ഈ മരിച്ച കുട്ടികളുടെ മൃതദേഹം നിലവിൽ തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇവർ സഹോദരിമാരുടെ മക്കളാണ്. ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ പുത്തൻവേലിക്കരയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് ബന്ധുക്കളുമായി 5 പേരുണ്ടായിരുന്നു. അവർ ഒരുമിച്ചാണ് ഇങ്ങോട്ടേക്ക് എത്തിയതിൽ 3 പേരാണ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി അപകടം സംഭവിക്കുകയും ചെയ്തത്. സ്മിത. ശരി വിഷ്ണു. എറണാകുളം പുത്തൻവേലിക്കരയിലാണ് 2 പേർ മുങ്ങി മരിച്ചത്. ജ്വാല, ലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയായിരുന്നു. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച മുഖ്യമന്ത്രി. മറ്റന്നാളാണ് യോഗം. സംസ്ഥാനത്ത് ഗുണ്ടാക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. അരുൺരാജ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. അരുൺരാജ്, എന്താണ് വിവരങ്ങൾ? സ്മിത, സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഗുണ്ടാക്രമണങ്ങൾക്കെതിരെയും അതുപോലെ തന്നെ പന്തിരാവം അടക്കമുള്ള സമയത്ത് ഈ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചകൾ, ഈ കാര്യങ്ങളിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു അടിയന്തര യോഗം ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ മാസം 28-ന് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സംസ്ഥാനത്തെ ഗുണ്ടാക്രമണങ്ങൾ, അതിൽ പോലീസ് സ്വീകരിച്ച തീരുമാനങ്ങൾ, നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. നഗരം കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാക്രമണങ്ങൾ കർശനമായ നിയന്ത്രണം വേണം. ഇക്കാര്യങ്ങളിൽ ഗുണ്ടകളെ കർശനമായി നിയന്ത്രിക്കണം എന്നീ കാര്യങ്ങളിലാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതിലടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി. കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് വിവരങ്ങളുമായി ചേർന്നത്. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും. ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 7 നവജാത ശിശുക്കൾക്ക് ദാരുണാന്ത്യം. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ഓക്സിജൻ കാലി സിലിണ്ടറുകളിൽ നിറയ്ക്കാനുള്ള ശ്രമമാണ് അപകടത്തിൽ കലാശിച്ചത്. സംഭവത്തിന് പിന്നാലെ ആശുപത്രി ഉടമകൾ ഒളിവിൽ പോയി. അന്വേഷണം തുടങ്ങിയതായി ഡൽഹി സർക്കാർ അറിയിച്ചു. ഡൽഹിയിൽ തീപിടുത്തത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. അപകടത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ നൽകും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർക്കെ, ഇത് ഒരു പരിധിവരെ ഒരു വരുത്തിവെച്ച ദുരന്തം എന്ന് നമുക്ക് തോന്നിയേക്കും അല്ലെ? ആ രീതിയിലാണ് കാര്യങ്ങൾ. പിന്നീട് ഉണ്ടാകുന്ന വാർത്തകളൊക്കെ. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്താണ്? 100% ഇത് വരുത്തി വെച്ച ദുരന്തം തന്നെയാണ് സ്മിത. കാരണം അവിടെ സന്ദർശിക്കുന്ന ആർക്കും വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ ആശുപത്രി എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്ന ഈ കെട്ടിടം, അത് ചില കടകൾ പണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഇടമാണ്. അതിന് 3 നിലകൾ. ആ നിലകളിലാണ് ഈ ആശുപത്രി എന്ന സംവിധാനം ആക്കി അതിനെ രൂപാന്തരപ്പെടുത്തിയത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ആശുപത്രിക്ക് ഉണ്ടായിരിക്കേണ്ട സ്ഥല സൗകര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് ഈ ആശുപത്രി അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആശുപത്രി നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്നുള്ളത് മാത്രമല്ല, റോഡിൽ നിന്ന് ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയാണ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സ്ഥലം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടറുകൾ, ഓക്സിജന്റെ സിലിണ്ടറുകൾ രാത്രി സമയങ്ങളിൽ ഈ ആശുപത്രിയുടെ മുൻപിൽ എത്തിച്ച് വച്ച് മറ്റ് സിലിണ്ടറുകളിലേക്ക് മാറ്റുകയായിരുന്നു പതിവ്. ഈ ഓക്സിജനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വലിയ ഓക്സിജൻ സിലിണ്ടറിൽ എത്തിച്ച് ചെറിയ സിലിണ്ടറുകളിലേക്ക് പകർന്നാൽ അത് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കി നൽകുന്ന ഒരു സംവിധാനമാണ് ഇത്. ഈ ആശുപത്രിയിലേക്ക് മാത്രമല്ല ഇത് ഉപയോഗിച്ചിരുന്നത്, മറ്റ് ആശുപത്രിയിലേക്കും ഇങ്ങനെ പകർന്നു നൽകുന്ന ഒരു സംവിധാനം കൂടി ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിലുള്ള ഒരു ശ്രമം, അതാണ് അപകടത്തിൽ കലാശിച്ചത്. സമീപത്തുള്ള വീടുകളിലേക്ക് പോലും ഈ ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിച്ചപ്പോൾ അതിന്റെ പാളികൾ ചെന്ന് വീഴുകയും തീ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അതെല്ലാം വ്യക്തമാണ്. നഗ്നമായിട്ടുള്ള നിയമം ലംഘിച്ചു എന്നുള്ളത് മാത്രമല്ല, അധികാരികളുടെ കൺമുന്നിൽ നടന്ന ഈ പ്രവൃത്തി, ഈ ആശുപത്രിയുടെ നിയമം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം, അതിനെ പോലും കണ്ടില്ല എന്ന വിധത്തിലേക്കായിരുന്നു കാര്യങ്ങൾ. അതാണ് ഇന്നലെ 7 കുഞ്ഞുങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് രാത്രിയിൽ വലിയ തീപിടുത്തത്തിന് കാരണമായി മാറിയത്. സ്മിത. ശരി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഡൽഹി സർക്കാർ അറിയിച്ചു. തീപിടുത്തത്തിൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. അപകടത്തിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബത്തിന് ദേശീയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ നൽകും. രാധാകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ഇനി മറ്റൊരു അപകടത്തിന്റെ വാർത്തയിലേക്ക്, തുടർ വാർത്തകളിലേക്കാണ്. ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഗെയിം സോണിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരണസംഖ്യ 32ആയി. ഇതിൽ 12 പേർ കുട്ടികളാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായതിനാൽ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ഗാന്ധിനഗറിലെ ഫോറൻസിക് സർവകലാശാലയിലേക്ക് കൊണ്ടുപോകും. വൻതോതിൽ പെട്രോളും ഡീസലും സംഭരിച്ചതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. രാജ്കോട്ട് സിവിൽ ഹോസ്പിറ്റലിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇതിൽ അന്വേഷണം അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ തുടങ്ങിയോ? സ്മിത, ഞാനിപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി ദുരന്ത ഭൂമിയിലേക്ക് എത്തി. അതിനുള്ള കാരണം NDRFിൻ്റെ തെരച്ചിൽ കൂടി ഈ മേഖലയിൽ തുടങ്ങി എന്നതുകൊണ്ടാണ്. NDRF ഈ നായ്ക്കളെ എത്തിച്ചുകൊണ്ട് ഈ പരിശോധന നടത്തുന്നു. മണം പിടിക്കുന്ന നായ്ക്കളെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് നടക്കുന്നത്. ഏതാണ്ട് വലിയ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ NDRF കൂടി എത്തി അവരുടെ ഭാഗത്തു നിന്നുള്ള തെരച്ചിൽ നടത്തുന്നു. അവശിഷ്ടങ്ങൾക്കടിയിൽ മണ്ണ് കാര്യമായി നീക്കിയുള്ള തെരച്ചിലടക്കം നടക്കുന്നുമുണ്ട്. അങ്ങനെ ആ തരത്തിൽ രക്ഷാദൗത്യം ഉച്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഒരു വശത്ത് കാര്യമായ അവശിഷ്ടങ്ങൾ മാറ്റിയുള്ള തെരച്ചിൽ നടക്കുന്നു. ചില സംശയങ്ങളെ തുടർന്നാണ് ആ മേഖലയിൽ ഇനിയും ആരെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആ മേഖലയിൽ തെരച്ചിൽ നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ 32 പേരുടെ എണ്ണമാണ് ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവരുടെ എണ്ണം, മരിച്ചവരുടെ എണ്ണം ഇതൊന്നും തന്നെ ഔദ്യോഗികമായി നൽകാൻ സർക്കാർ ഇപ്പോഴും തയ്യാറല്ല. സിവിൽ ആശുപത്രിയിലായിരുന്നു മൃതദേഹങ്ങൾ എത്തിച്ചത്. ഇപ്പോൾ അവിടെ പറയുന്നത് എയിംസിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി എന്നതാണ്. അതേക്കുറിച്ച് അവിടെയുള്ള ആളുകൾക്ക് പോലും കൃത്യമായൊരു വ്യക്തത ഇല്ല. 3 പേർ ഇപ്പോൾ അവിടെ ചികിത്സയിലുണ്ട് എന്നതാണ് അവിടെ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ചില ജീവനക്കാർ നമ്മളോട് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ സർക്കാർ ഇപ്പോഴും തയ്യാറല്ല. ഏതായാലും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ ദുരന്തത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ സ്ഥാപന ഉടമയടക്കമുള്ള ആളുകൾ അനധികൃതമായി യാതൊരു തരത്തിലുള്ള അനുവാദവുമില്ലാതെ നിയമലംഘനം നടത്തിക്കൊണ്ടൊരു സ്ഥാപനം കഴിഞ്ഞ 3 വർഷക്കാലത്തോളം ഇവിടെ പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഇന്ന് രാവിലെ ഇവിടെ എത്തി കാര്യങ്ങളെ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും NDRF കൂടി അല്പം വൈകിയാണെങ്കിലും ഇപ്പോൾ NDRF കൂടി സ്ഥലത്ത് എത്തി ഈ രക്ഷാദൗത്യത്തിൽ പങ്കാളികളാവുകയാണ്. സ്മിത, ശരി. രാജ്കോട്ട് അപകടത്തിൽ മരണം 32ആയി. കൂടുതൽ അന്വേഷണം തുടങ്ങുമെന്ന് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ രാജ്കോട്ട് സിവിൽ ഹോസ്പിറ്റലിലും ഈ സംഭവ സ്ഥലത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. മദ്യനയത്തിൽ ബാർ ഉടമകളുമായി ചർച്ച നടന്നിട്ടില്ലെന്ന എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തു. ഡ്രൈ ഡേ ഒഴിവാക്കണമെന്നും പ്രവർത്തന സമയം കൂട്ടണമെന്നും ബാർ ഉടമകൾ ആവശ്യപ്പെടുകയും ചെയ്തു. ബാർ ഉടമകളുമായി ചർച്ച നടന്നില്ല എന്ന് മന്ത്രിമാർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മദ്യനയം തിരുത്തുന്നതിന് മുന്നോടിയായി ബാർ ഉടമകളുമായി സൂം മീറ്റിംഗ് ഉൾപ്പെടെ 3 യോഗങ്ങൾ ചേർന്നു. എക്സൈസ് വകുപ്പിന്റെ നയത്തിൽ എങ്ങനെയാണ് ടൂറിസം വകുപ്പിന് മാറ്റം വരുത്താനാവുക എന്നും VD സതീശൻ ചോദിച്ചു. ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്? ടൂറിസം വകുപ്പിന് ഒരു അൺനെസസറി ഹേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ അഴിമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അതെന്തിനായിരുന്നു? 2 മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ 2 മന്ത്രിമാരും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് UDFന്റെ ഡിമാൻഡ്. ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്? ബാർകോഴ ആരോപണം ബാർ ഉടമകളുടെ തലയിൽ വെച്ച് തടിയൂരാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു അഴിമതി, പണം വാങ്ങി നയം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചാൽ എന്താവും എന്നുള്ള കാര്യം നമുക്ക് സാധാരണഗതിയിൽ ഊഹിക്കാം. അതുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം വസ്തുതകൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസി ഏൽപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. അതേസമയം മദ്യനയത്തിൽ മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി P രാജീവ് പറഞ്ഞു.
പുതിയ നയം സംബന്ധിച്ച ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. IT പാർക്കുകളിൽ അത് കഴിഞ്ഞ മുമ്പത്തേൽ പ്രഖ്യാപിച്ച കാര്യമല്ലേ, പുതിയ കാര്യം വല്ലതാണോ? ബജറ്റ് പ്രഖ്യാപിച്ച് ബജറ്റ് അംഗീകരിച്ചതല്ലേ, അതിന്റെ തുടർച്ചയിൽ ചട്ടങ്ങൾ നിയമസഭാ സമിതി അംഗീകരിച്ചതല്ലേ. അപ്പൊ അതെല്ലാം നിയമവും വന്ന് പ്രഖ്യാപനവും വന്ന് ചട്ടവും വന്ന് കഴിഞ്ഞ കാര്യങ്ങളല്ലേ. പ്രതിപക്ഷം ഇപ്പോൾ അത് ആവശ്യപ്പെടുന്നതല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആയത്തിൽ ആവേശം ഇപ്പൊ കാണുന്നില്ലല്ലോ. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മന്ത്രി പി രാജീവ് കുറച്ചൊരു പരിഹാസ രൂപത്തിലാണ് ചോദ്യം, ആദ്യത്തെ ആവേശം കാണുന്നില്ലല്ലോ എന്ന്. പക്ഷേ പ്രതിപക്ഷം ഇത് വലിയ രീതിയിൽ തന്നെ അതൊരു പ്രതിഷേധമായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ടൂറിസം വകുപ്പിന് എക്സൈസ് വകുപ്പിൻ്റെ അവരുടെ ആ ഒരു പരിധിയിൽ വരുന്ന കാര്യത്തിൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നു. ആ രീതിയിൽ അത് വലിയ ഒരു പരാതി അല്ലെങ്കിൽ ഒരു പ്രതിഷേധം ആ രീതിയിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷം, അല്ലേ? ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമരങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിലും പ്രതിപക്ഷം 2 മന്ത്രിമാരുടെ രാജി ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് നിർദ്ദേശിച്ചിട്ടുള്ള ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ മന്ത്രി MP രാജേഷിന്റെ ഇക്കാര്യത്തിലെ പ്രതികരണം, മദ്യനയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരോ മന്ത്രിമാരോ ആരുമായും ചർച്ച നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ വൃത്തങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അത് നുണയാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഇക്കഴിഞ്ഞ മെയ് 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളായിരുന്നു പുറത്തായത്. യോഗവിവരം അറിയിച്ച് യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഇമെയിൽ അയച്ചിരുന്നു. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരാണ് നയമാറ്റവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ചർച്ച ചെയ്യാനുള്ള യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും അതേപോലെ തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ബാറുടമകൾ ഉന്നയിച്ചു. ആവശ്യങ്ങൾ പരിഗണിക്കാം അല്ലെങ്കിൽ ചർച്ച ചെയ്യാമെന്നടക്കമുള്ള ഉറപ്പും ആ യോഗത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുമുണ്ട്. ഏതായാലും ഈ വിഷയം മുൻപെടുത്ത, അതായത് മന്ത്രി MP രാജേഷ് മാത്രമല്ല, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചയിലേക്കും ഇതുവരെ സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതടക്കമുള്ള വാദങ്ങളെ പൊളിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. അനിമോന്റെ ശബ്ദരേഖയിൽ എക്സൈസിന്റെ ആഭ്യന്തര അന്വേഷണം അല്ലെങ്കിൽ എക്സൈസ് ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം, അതൊരു പ്രാഥമിക അന്വേഷണമാണ്. ആ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ അനിമോന്റെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തലായിരിക്കും. ഈ ശബ്ദ സന്ദേശത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ ഒരു വിവരം, ഈ യോഗം വിളിച്ചത് മദ്യനയം ചർച്ച ചെയ്യാനല്ല എന്നുള്ള രീതിയിൽ ടൂറിസം ഡയറക്ടറുടെ ഒരു വിശദീകരണം കൂടി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് ഡയറക്ടറുടെ വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തള്ളുകയാണ് ടൂറിസം ഡയറക്ടർ. യോഗം വിളിച്ചത് മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല, ടൂറിസം മേഖലയിലെ വിഷയങ്ങൾ പഠിക്കാൻ ഡയറക്ടറുടെ തലത്തിലുള്ള യോഗങ്ങൾ ചേരും, അത്തരത്തിലുള്ള യോഗം മാത്രമാണ് ചേർന്നതെന്നും ഇപ്പോൾ ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ വിവരങ്ങളടക്കം നിരത്തിക്കൊണ്ടാണ് ആ വാർത്താക്കുറിപ്പിൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയും ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, ഹൗസ് ബോട്ട് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ, അതാണ് ഈ വിവാദമായിട്ടുള്ള അനിമോൻ അടക്കം റെപ്രസെന്റ് ചെയ്യുന്ന സംഘടന, സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ, അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള, കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ, ഇങ്ങനെയുള്ള 7 സംഘടനകൾ അല്ലെങ്കിൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന 7 സംഘടനകളെയാണ് യോഗത്തിന് വിളിച്ചത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന മറ്റ് വിശദീകരണം, ടൂറിസം മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും പ്രതിനിധികളുടെയും മീറ്റിംഗുകൾ കൃത്യമായ ഇടവേളകളിൽ ടൂറിസം ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കാനുള്ളതാണ്. കേരള മാർട്ട് സൊസൈറ്റി അടക്കമുള്ള ഈ മേഖലയിലെ സംഘടനകൾ മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ യോഗം 21-ാം തീയതി ടൂറിസം ഡയറക്ടർ വിളിച്ചു ചേർത്തത്. ഇപ്രകാരം യോഗം വിളിച്ചു ചേർത്തത് ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല എന്നുള്ളൊരു വിശദീകരണം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടൂറിസം ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ യോഗത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇത് ബാറുടമകളുടെ മാത്രമായതോ ഇപ്പോൾ പ്രചരിപ്പിക്കും പ്രകാരം സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രത്യേക യോഗമല്ല എന്ന് വ്യക്തമാണെന്നും ടൂറിസം ഡയറക്ടർ വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുപാർശകളോ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ടൂറിസം ഡയറക്ടറേറ്റിൽ നിന്നും സർക്കാരിലേക്ക് നൽകിയിട്ടില്ല എന്നും ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട്. യോഗം നടന്നത് മദ്യനയം ചർച്ച ചെയ്യാനല്ല എന്ന വിശദീകരണമാണ് ഇപ്പോൾ ടൂറിസം ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. IPL ചാമ്പ്യന്മാരെ ഇന്നറിയാം. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈയിലാണ് മത്സരം. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, ഇനിയിപ്പോൾ അല്പസമയം, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കളി തുടങ്ങാൻ. അവിടെ കാലാവസ്ഥ എന്താണ്? അവിടുത്തെ ഒരു ഓളം എന്താണ്?
സ്മിത, ഇനി മത്സരം തുടങ്ങാൻ, ഈ കലാശപ്പോര് തുടങ്ങാൻ വെറും 4 മണിക്കൂറിൽ മാത്രമാണ് ബാക്കിയുള്ളത്. 7:30-ക്കാണ് മത്സരം. 6 മണിക്ക് തന്നെ അതിൻ്റെ സമാപന ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങും. ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് വലിയ ഓപ്പണിംഗ് സെറമണിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരാധകരെ ത്രസിപ്പിക്കുന്ന പെർഫോമൻസുമായി ഒരു ക്ലോസിംഗ് സെറമണിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. പ്രമുഖ ബാൻഡായിട്ടുള്ള ഇമാജിൻ റോക്ക് അടക്കമുള്ളവർ, ഇമാജിൻ ഡ്രാഗൺസ് അടക്കമുള്ളവർ ഇന്നത്തെ ക്ലോസിംഗ് സെറമണിയിൽ അവരുടെ പരിപാടി അവതരിപ്പിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. അതിനപ്പുറം ഇന്നത്തെ ഫൈനൽ പോരിന് വേണ്ടി തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഈ IPL തുടങ്ങുന്ന സമയത്ത് ആരും തന്നെ ഈ ഒരു ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചെന്നൈയും മുംബൈയും RCBയും അടക്കമുള്ള നമ്മുടെ മലയാളി പയ്യൻ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ അടക്കമുള്ള ടീമുകൾ ഫൈനലിലെത്താനായിരുന്നു മിക്ക ആരാധകരും കാത്തിരുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും അങ്ങനെ ഫൈനലിലേക്ക് മുന്നേറി കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് കുറച്ച് ആവേശം കുറവാണോ എന്ന് ചിലപ്പോൾ സംശയിക്കേണ്ടി വരും. കാരണം അത്ര കണ്ട ആളുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നേരത്തെ ചെന്നൈയുടെ മത്സരത്തിന് വന്നൊക്കെ സമയത്ത് ധാരാളം ആളുകളുണ്ടായിരുന്നു, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് വളരെ കുറച്ച് ആരാധകർ മാത്രമാണുള്ളത്. ക്വാളിഫയർ 2-നേക്കാൾ കുറവാണ് ആളുകളെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലാവും. എന്നിരുന്നാൽ പോലും ഒരു ആവേശ പോരാട്ടം തന്നെ നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? SRH will win. And you are supporting all through the season SRH or Only SRH. what is your It's SRH. SRH is going to win. and കുറച്ച് കൊൽക്കത്തൻ ആരാധകർ കൂടിയുണ്ട്. വാട്ട് ഈസ് യുവർ KKR will win. You are from Chennai or coming from Bangalore. RCB fan. അങ്ങനെ കുറച്ച് കാഴ്ചകളും കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുപോലെ വന്നപ്പോൾ ഒരു RCB ഫാനാണ്. KKRന്റെ യഥാർത്ഥ ഒരു ആരാധകനുടെ തന്നോ? KKR must be win today's match. I am from West Bengal, Kuchbihar district, from Kolkata. I hope KKR must be win today's match, final match. അതുപോലെ KKR ആരാധകർ, ബംഗാളിൽ നിന്നുള്ള ഒരു ആരാധകനാണ്. ഇങ്ങനെ വളരെ കുറച്ച് ട്രാവലിംഗ് ഫാൻസ് മാത്രമാണ് ചെന്നൈയിൽ എത്തിയിട്ടുള്ളത്. ആവേശം കുറച്ച് ആരാധകരുടെ ഭാഗത്തുനിന്ന് കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ഇഷ്ട ടീമുകളൊക്കെ തന്നെ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. സൗത്തിലാണ്, ചെന്നൈയിലാണ് മത്സരം. അതുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള ആരാധകരൊന്നും എത്തിയിട്ടില്ല. പിന്നെ അയൽപ്പക്കത്തെ ടീം എന്ന തരത്തിൽ ചില ചെന്നൈ ആരാധകരടക്കം SRHനെ സപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു. ഇന്നും ആ കാഴ്ചയൊക്കെ തന്നെയാണ് ഇന്നും കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു 7:30 ആകുമ്പോൾ കൂടുതൽ ആരാധകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ചെന്നൈയിൽ ഒടുക്കത്തെ ചൂടാണ്, ഹ്യൂമിഡ് കണ്ടീഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങളുമായി ചേർന്നത്. വലിയ ചൂടാണ് ചെന്നൈയിൽ. ഇനി 3-3.5 മണിക്കൂർ കൂടിയുണ്ട് മത്സരം തുടങ്ങാൻ. കൂടുതൽ ക്രിക്കറ്റ് ആരാധകർ, ക്രിക്കറ്റ് പ്രേമികൾ അങ്ങോട്ടേക്ക് ഒഴുകി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കായംകുളത്ത് 14 വയസ്സുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതി കുഴഞ്ഞു വീണു മരിച്ചു. BJP പ്രവർത്തകനും കായംകുളം സ്വദേശിയുമായ മനോജാണ് മരിച്ചത്. വീട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. അതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. മനീഷ്, എന്താണ് വിവരങ്ങൾ? എന്താണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ കൃഷ്ണപുരം സ്വദേശി 47-കാരനായ ജിജി എന്ന മനോജ് വീട്ടിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ നേരത്തെ ഇല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കൃത്യമായ മരണകാരണം എന്താണെന്ന് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 19-ാം തീയതിയാണ് 14-കാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പിന്നീട് ആദ്യം കായംകുളം പോലീസ് വിട്ടയച്ച മനോജിനെ പിന്നീട് ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടാണ് ആ കേസിൽ ജാമ്യം ലഭിക്കുന്ന കേസിൽ വീണ്ടും വിളിച്ചു വരുത്തി വധശ്രമത്തിന് കേസെടുത്തത്. പിന്നീട് പ്രതി മനോജ് റിമാൻഡിലായി. അങ്ങനെ മിനിഞ്ഞാന്ന വൈകിട്ടാണ് പ്രതിക്ക് റിമാൻഡ് പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയത്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത്. വീട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. റിമാൻഡിലായിരുന്നയാൾക്ക് ഇന്നലെയാണ് ജാമ്യം ലഭിച്ചത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ ടൂത്ത് പേസ്റ്റ് എന്ന് കരുതി എലിവിഷം കൊണ്ട് പല്ലു തേച്ച 4 കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിൽ. കടലൂർ സ്വദേശി മണികണ്ഠന്റെ മക്കളാണ് കടലൂർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളത്. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇങ്ങനെ മാറി എടുക്കാനുള്ള കാരണം എന്താണ്?
സ്മിത, അബദ്ധത്തിൽ മാറി പല്ല് തേച്ചതാണ് കുട്ടികളെല്ലാം. ചെറിയ കുട്ടികളാണ്, 5ഉം 2ഉം 3ഉം ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്. അത് 2 കുട്ടികൾ ഈ മണികണ്ഠന്റെ മക്കളാണ്. 2 കുട്ടികൾ, അത് മറ്റ് 2 കുട്ടികൾ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മക്കളാണ്. ഇവർ 4 പേരും ഇന്ന് രാവിലെയാണ് ഈ രീതിയിൽ അബദ്ധത്തിൽ ടൂത്ത്പേസ്റ്റ് ആണെന്ന് കരുതിയാണ് ഈ എലിവിഷം, അത് ട്യൂബിലുള്ള വിഷമായിരുന്നു, അത് അങ്ങനെ എടുത്ത് പല്ല് തേക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ വീട്ടുകാർ അത് കണ്ടെത്തുകയും ആശുപത്രിയിൽ, ആദ്യം ബിരുദാചലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പിന്നീട് കടലൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. നിലവിൽ 4 പേരും തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പക്ഷേ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് സമാനമായ രീതിയിൽ ഒരു സ്ത്രീ ഈ എലിവിഷം ഉപയോഗിച്ച് അബദ്ധത്തിൽ പല്ല് തേക്കുകയും മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇതിപ്പോൾ വളരെ വേഗത്തിൽ തന്നെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. അങ്ങനെ നിലവിൽ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മിത. ശരി. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ പരിശോധിക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ ലൈവ് ന്യൂസ് പൂർണ്ണമാകുന്നു.